ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃക്ഷാമത്താം ധർമ്മസമൂഢചേതക ശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹംസാദിമാം താം പ്രപന്നം. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഗീതയിലെ 13-ാം അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗ യോഗത്തില് 5-ാമത്തെ ശ്ലോകം തൊട്ട് ശ്രദ്ധിക്കുക. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചേന്ദ്രിയ ഗോചര ഇച്ഛാദോഷ സുഖം ദുഃഖം സംഗസ്ത ചേതനാധൃതി ഏതക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. ഇപ്പൊ ശരീരത്തിന്റെ പ്രകൃതിയുമായിട്ടുള്ള ബന്ധത്തെ കാണിക്കുന്ന എന്തൊക്കെ ശക്തികളാണ് ശരീരത്തിൽ പ്രകൃതിയിൽ നിന്ന് എടുത്തിരിക്കുന്നത് എന്ന് പറയുന്നതാണ് ഈ 2 ശ്ലോകത്തിലൂടെ. പഞ്ചമഹാഭൂതങ്ങൾ, അതാണ് മഹാഭൂതാന്യ എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതാനി. മഹാഭൂതാനി എന്ന് പറഞ്ഞാൽ പഞ്ചമഹാഭൂതങ്ങൾ. അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹങ്കാരം തന്നെ. മഹത്തത്വം, അതായത് പരമാത്മാ ശക്തി. മൂലപ്രകൃതി, ജ്ഞാന കർമ്മേന്ദ്രിയങ്ങൾ, അതായത് ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, മനസ്സ്, ഇന്ദ്രിയ വിഷയങ്ങൾ എന്നിവയടങ്ങിയ ഈ ക്ഷേത്രം ആഗ്രഹം, വിരോധം, സുഖം, ദുഃഖം, ദേഹം, ചേതന, ധൈര്യം, ഇങ്ങനെ വികാരങ്ങളോട് കൂടി ചുരുക്കമായി പറയപ്പെട്ടു. അതായത് ഇതിലുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിസ്തരിച്ച് പറയുകയാണ്. മഹാഭൂതങ്ങൾ ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി എന്നിവയുടെ തന്മാത്രകൾ. അത് അതേപടിയല്ല, അതിലെ എസൻസ് ആണ് ശരീര നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അഥവാ സൂക്ഷ്മഭൂതങ്ങൾ എന്ന് പറയും. ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി എന്നീ പഞ്ചഭൂതങ്ങളുടെ സൂക്ഷ്മഭൂതങ്ങൾ അഥവാ സൂക്ഷ്മ അംശമാണ് തന്മാത്രകളായിട്ട് ശരീര നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ആകാശത്തിന്റെയും അഗ്നിയുടെയും വായുവിന്റെയും ജലത്തിന്റെയും ഭൂമിയുടെയും എസൻസ് അഥവാ അതിന്റെ ഗുണങ്ങൾ ആണ് ശരീര നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്ന ആദ്യത്തെ ഘടകം. പിന്നെ നിശ്ചയാത്മികമായ അന്ധഃകരണം, ബുദ്ധി. 7-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി പഞ്ചഭൂതങ്ങളും പിന്നെ അഹങ്കാരം, ബുദ്ധി, മനസ്സ്. ഇങ്ങനെ 8 തത്വങ്ങളെ കൊണ്ടാണ് പ്രധാനമായിട്ട് ശരീരത്തെയും ജീവനെയും ചേർത്ത് വച്ചിരിക്കുന്നത്. അതൊന്നോടെ ഇവിടെ വിസ്തരിച്ച് പറയുകയാണ്. നിശ്ചയാത്മകമായ ബുദ്ധി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മേധാബുദ്ധിക്ക് നിശ്ചയാത്മകമായ ബുദ്ധി ഉണ്ടാകുന്നു. നമുക്ക് ഇപ്പൊ ഈ ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി എന്ന് പറഞ്ഞാൽ ഈ പഞ്ചഭൂതങ്ങൾ സൃഷ്ടിച്ച് അതിന്റെ ഗുണങ്ങളും അതോടൊപ്പം തന്നെ പ്രകടമായി. ആകാശത്തിന്റെ ഗുണമാകുന്ന ശബ്ദവും അതിന്റെ പ്രത്യേകത കൊണ്ട് ആകാശത്തിന്റെ ഗുണവും പ്രകടമായപ്പം അതിൽ നിന്നാണ് പിന്നെ വായു പ്രകടമാകുന്നത്. അപ്പൊ വായുവിന്റെ ഗുണവും സ്വയസിദ്ധമായ സ്പർശം എന്ന ഗുണവും വായുവിനോടൊപ്പം പ്രകടമായി. അതോടൊപ്പം തന്നെ ആകാശത്തിൽ നിന്നാണ് വായു ഉൽപ്പത്തിയെങ്കിൽ അപ്പോൾ ആകാശത്തിന്റെ ഗുണമാകുന്ന ശബ്ദവും വായുവിലേക്ക് പകർന്നു. അപ്പൊ വായുവിനെ സംബന്ധിച്ച് 2 ഗുണങ്ങളുണ്ട്. അതിന് സ്പർശവുമുണ്ട്, അതിന് ശബ്ദവുമുണ്ട്. ഇനി അതിൽ നിന്ന് ഉണ്ടായതാണ് അഗ്നി. അഗ്നി ഉണ്ടായപ്പോൾ അഗ്നിയുടെ പ്രകാശ സ്വരൂപമാണ്, അതിന് ചൂടുണ്ട്. ഇത് മാത്രമല്ല, പ്രകാശത്തിൽ നിന്ന് അതിനൊരു രൂപത്തെ പ്രകടമായി. അതാണ് തേജസ് എന്ന് പറയുന്നത്. അഗ്നിയുടെ ഏറ്റവും വലിയ ഗുണം തേജസ്. അപ്പോൾ ആ തേജസ് പ്രകടമായപ്പോൾ അതോടൊപ്പം തന്നെ ആകാശത്തിന്റെ ഗുണമാകുന്ന ശബ്ദം അഗ്നിക്കുണ്ട്, വായുവിന്റെ ഗുണമാകുന്ന സ്പർശമുണ്ട്, അഗ്നിയുടെ സ്വയസിദ്ധമായ ഗുണമാകുന്ന തേജസ് അഥവാ രൂപം. അപ്പൊ 3 ഗുണങ്ങളാൽ സമ്പന്നമാണ്. ഒന്നിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുമ്പോൾ ആദ്യത്തേതിന്റെയും രണ്ടാമത്തേതിന്റെയും ഗുണങ്ങൾ ഒന്നിലേക്ക് പകരുകയും സ്വയസിദ്ധമായ ഗുണം പ്രകടമാകുകയും ചെയ്യും. അഗ്നിയിൽ നിന്ന് ജലം ഉണ്ടായപ്പോൾ ജലത്തിന്റെ സ്വയസിദ്ധമായ ഗുണം രസം, അതോടൊപ്പം തന്നെ ആകാശത്തിന്റെ ഗുണമാകുന്ന ശബ്ദം അതിനുണ്ട്, സ്പർശമുണ്ട്, വായുവിന്റെ ഗുണമാകുന്ന സ്പർശമുണ്ട്, അഗ്നിയുടെ ഗുണമാകുന്ന തേജസ് അഥവാ രൂപം ജലത്തിനുണ്ട്. അപ്പൊ 4 ഗുണങ്ങളാൽ സമ്പന്നമാണ് ജലം. അതിൽ നിന്നാണ് ഭൂമി ഉണ്ടായതെങ്കിൽ ഭൂമിയുടെ സ്വയസിദ്ധമായ ഗുണം ഗന്ധം,
അതോടൊപ്പം തന്നെ ആകാശത്തിന്റെ ഗുണം ശബ്ദമുണ്ട്, ഭൂമിക്ക് സ്പർശമുണ്ട്, അതിനൊരു രൂപമുണ്ട്, അഗ്നിയുടെ ഗുണമാകുന്ന തേജസ്, ജലവും ഭൂമിയിൽ പ്രകടമായപ്പോൾ ജലത്തിന്റെ ഗുണമാകുന്ന രസവുമുണ്ട്. അപ്പൊ ഭൂമിയിൽ പഞ്ചഗുണങ്ങളാൽ സമ്പന്നമാണ് ഭൂമി. അത് പഞ്ചഭൂതങ്ങളെ ആദ്യം സൃഷ്ടിച്ച് ഈ ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി മൂന്നിനെ സൃഷ്ടിച്ചിട്ട് അതിൽ 50%, ഇതൊക്കെ ഭാഗവതത്തിൽ സൃഷ്ടി വർണ്ണനയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പഞ്ചഭൂതങ്ങളുടെ സൃഷ്ടിയിൽ നിന്ന് ഉണ്ടായ ഗുണങ്ങളോടുകൂടി 50% അതേപടി പ്രകടമാകുന്ന രൂപത്തിൽ നമുക്ക് ഇന്ന് ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി, വായു ഈ പഞ്ചഭൂതങ്ങളെ നമുക്ക് പ്രത്യക്ഷത്തിൽ പഞ്ചേന്ദ്രിയങ്ങളും കൊണ്ട് തിരിച്ചറിയാവുന്ന അവസ്ഥയിൽ ഇന്ന് പ്രകടമാണ്. ബാക്കി 50% കൊണ്ട് അതിന്റെ എസൻസ് മിക്സ് ചെയ്ത്, അതായത് അതിന്റെ ഗുണങ്ങളെല്ലാം മിക്സ് ചെയ്ത് അതിൽ നിന്നാണ് ഈ ജീവജാലങ്ങളുടെ ഇല്ലെങ്കിൽ സകല സ്ഥാവര ജംഗമ വസ്തുക്കളെയും സൃഷ്ടിച്ചത് എന്നർത്ഥം. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളുടെ 50% എല്ലാവിധ ഗുണങ്ങളും അതിന്റെ ശക്തിയും ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ സൃഷ്ടിച്ചിട്ടുണ്ടോ പ്രകൃത്യാ തന്നെ സൃഷ്ടിക്കപ്പെട്ടുള്ള സ്ഥാവര ജംഗമതയെ അചരങ്ങളും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ പഞ്ചഭൂത തത്വങ്ങളുടെ എസൻസ് ഉണ്ട്, അതിന്റെ ഗുണങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഭൂമിയിൽ പഞ്ചഗുണങ്ങളാൽ സമ്പന്നമാണ്. ഭൂമിയിൽ നിന്നാണ് സകല ജീവികളും ഉൽപ്പത്തി ഉണ്ടാകുന്നത്. അപ്പം ഈ 84 ലക്ഷം തരം ചില ജീവജാലങ്ങളും മനുഷ്യരടക്കമുള്ളവരുടെ ശരീരം അന്നമയമായ കോശമാകുന്ന അല്ലെങ്കിൽ അന്നപൂർണ ആകുന്ന ഭൂമിയിൽ നിന്നാണ് ഉൽപ്പത്തി. മണ്ണിൽ നിന്നാണ് മനുഷ്യ ശരീരം ഉണ്ടായിരിക്കുന്നത് എന്നർത്ഥം. മണ്ണില് ആകാശത്തിന്റെ ഈ പറയുന്ന പഞ്ചമഹാഭൂതങ്ങൾ, വായു, ആകാശം, വായു, അഗ്നി, ജലം, പൃഥ്വി, ഇതിന്റെയൊക്കെ തന്മാത്രകൾ ഭൂമിയിലുണ്ട്. ഭൂമിയിൽ വിളയുന്ന അന്നത്തിൽ നിന്ന് ഉണ്ടാകുന്ന ജീവജാലങ്ങൾക്കെല്ലാം ഈ പഞ്ചഭൂതാത്മാ, അതുകൊണ്ടാണ് ഭൂതങ്ങൾ എന്ന് തന്നെ പറയാൻ കാരണം. അപ്പൊ ശരീരം ജഗത്ത് സൃഷ്ടിച്ച്, ജഗത്ത് എന്ന് പറയുന്നത് തന്നെ പഞ്ചഭൂതങ്ങളാൽ സമ്പന്നമായിരിക്കുന്ന ഈ പ്രകൃതി. അപ്പൊ പ്രകൃതിയിൽ നിന്നാണ് 84 ലക്ഷം ജീവജാലങ്ങളും മനുഷ്യരും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മണ്ണിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ആകാശത്തിൽ പഞ്ചഗുണങ്ങളുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ശരീരത്തിലും പഞ്ചഗുണങ്ങളുണ്ട്. അപ്പൊ അതിനെയാണ് ഇവിടെ പഞ്ചമഹാഭൂതങ്ങൾ എന്ന് പറഞ്ഞത്, അതിന്റെ തന്മാത്രകൾ എന്ന് പറയുന്നത്. അത് പ്രകടമായാൽ അതിനെയൊക്കെ യോജിപ്പിച്ച് നിർത്തുന്നതായ ഒരു ശക്തിയാണ് നിശ്ചയാത്മകമായ ബുദ്ധി. അതോടൊപ്പം തന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും, നമ്മുടെ തന്നെ ശരീരത്തിലുള്ള കണ്ണ്, നാക്ക്, ചെവി, മൂക്ക്, ത്വക്ക് എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായിട്ടുള്ള ജ്ഞാനേന്ദ്രിയങ്ങളും അതിനെ പ്രവർത്തിപ്പിക്കാൻ തക്കവണ്ണം ശരീരത്തിലുള്ളതായ 5 കർമ്മേന്ദ്രിയങ്ങൾ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ മനസ്സ് 11 ഇന്ദ്രിയങ്ങളാണ്. അതായത് 5 ജ്ഞാനേന്ദ്രിയങ്ങളും 5 കർമ്മേന്ദ്രിയങ്ങളും മനസ്സും. പിന്നെ അതോടൊപ്പം പഞ്ചഭൂതങ്ങളുടെ പഞ്ചഗുണങ്ങളെ പറ്റി പറഞ്ഞു. ശബ്ദ, സ്പർശ, രൂപ, രസ, ഗന്ധം 5 ഇന്ദ്രിയ വിഷയങ്ങളെയാണ് ഇവിടെ പഞ്ചഗുണങ്ങൾ എന്ന് പറയുന്നത്. അതായത് കണ്ണുകൊണ്ട് രൂപത്തെ കാണാൻ സാധിക്കും, ശബ്ദം അറിയണമെന്നുണ്ടെങ്കിൽ ചെവി കൊണ്ട് സാധിക്കും, സ്വാദറിയണമെന്നുണ്ടെങ്കിൽ രസം അത് നാക്കുകൊണ്ട് സാധിക്കും, ഗന്ധം അറിയാൻ വേണ്ടിയിട്ട് മൂക്കുകൊണ്ട് സാധിക്കും, സ്പർശനം അറിയാൻ വേണ്ടിയിട്ട് ത്വക്കുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് ഈ രസസ്പർശ രൂപ രസ ഗന്ധങ്ങളായ 5 ഇന്ദ്രിയ വിഷയങ്ങൾ, പിന്നെ അവ്യക്തഭാവത്തിലിരിക്കുന്ന ത്രിഗുണങ്ങളുടെ സാമ്യാവസ്ഥ, അതായത് സത്വരജ തമോ ഗുണങ്ങളുടെ മൂലപ്രകൃതി ഗുണങ്ങളാകുന്ന മായയെ പ്രതിനിധീകരിക്കുന്ന 3 ഗുണങ്ങളാണ് സത്വം, രജസ്, തമസ്. അത് ഏറ്റവും ക്വാണ്ടിറ്റി കുറവായിരിക്കും സത്വഗുണം. രജോ ഗുണം അതിന്റെ ഇരട്ടി, സത്വഗുണത്തിന്റെ 5 ഇരട്ടിയാണ് തമോ ഗുണം. ഈ പ്രകൃതിയിലുള്ള സകല, പ്രത്യേകിച്ചും ജീവജാലങ്ങളിലെല്ലാം 84 ലക്ഷം തരം ജീവജാലങ്ങളിലും പ്രപഞ്ചത്തിന്റെ ചലനത്തിന് ആവശ്യമായ എല്ലാവിധ ചലനങ്ങളെയും നിയന്ത്രിക്കുന്ന സൂര്യചന്ദ്രാദി ഗ്രഹങ്ങൾക്കും അടക്കം ഈ 3 ഗുണങ്ങളും പ്രകടമാകും. മൂലപ്രകൃതിയുടെ ഗുണങ്ങളാകുന്ന ഈ 3 ഗുണങ്ങളെയാണ് യഥാർത്ഥത്തിൽ മായ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവയും അഹങ്കാര തത്വം, അഹംബോധത്തെയാണ് അഹങ്കാരം. ഞാൻ ഉണ്ട് എന്ന് തോന്നുന്ന ആ അഹം ബോധത്തെയാണ് ഇവിടെ അഹങ്കാര തത്വം എന്ന് പറയുന്നത്.
ഇത് ഉൾപ്പെടെ 24 ഘടകങ്ങൾ ചേർന്നതാണ് ക്ഷേത്രം അഥവാ ശരീരം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ 24 ഘടകങ്ങൾ ഈ പറഞ്ഞത് ചേർന്നതാണ് ശരീരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഗായത്രി മന്ത്രത്തിൽ 24 അക്ഷരങ്ങളുണ്ടെങ്കിൽ ഈ 24 അക്ഷരങ്ങളും ഓം എന്ന പ്രണവമന്ത്രവും 25 തത്വങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നർത്ഥം. ബ്രഹ്മത്തെ പ്രതിനിധീകരിക്കുന്നതാണ് ബ്രഹ്മവാചകമാകുന്ന ഓം എന്ന പ്രണവമന്ത്രം. പിന്നീട് വരുന്ന 24 അക്ഷരങ്ങളും 8 അക്ഷരം വീതം 3 മാത്രയിൽ ജപിക്കുന്ന ഗായത്രി മന്ത്രത്തിൽ 24 അക്ഷരങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ 24 ഘടകങ്ങളെയും ഓരോ അക്ഷരങ്ങൾ പ്രതിനിധീകരിക്കുന്നതാണെന്ന് അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഈ ശരീരം ഇപ്രകാരം 24 ഘടകങ്ങളും 25-ാമത്തതായ മഹത്തത്വവും പ്രകടമായാൽ അവിടെ ജീവശരീരവും പരമാത്മാവും തമ്മിലുള്ള ബന്ധം സ്ഥാപിച്ചാൽ അതിൽ പ്രകടമാകുന്ന ഭാവങ്ങളാണ് ഇച്ഛ, നമുക്ക് ഇഷ്ടം. അതായത് അവരവർക്ക് ഏത് രൂപത്തിലും ഇല്ലേ, മനുഷ്യ ശരീരം കിട്ടിയവർക്കല്ല ഇത് തിരിച്ചറിയാൻ സാധിക്കും. നമുക്ക് ഇച്ഛാശക്തി എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ തൊട്ടുണ്ട്. പിന്നെ അവിദ്യാദി ദോഷങ്ങൾ, അതിൻ്റെ ഗുണവും ദോഷവും. ഇച്ഛയുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ അതിനോടൊപ്പം ദോഷമുണ്ട്. ബ്രഹ്മപ്രജാതി തന്നെ ആദ്യത്തെ സൃഷ്ടി തന്നെ അവിദ്യാദി ദോഷങ്ങളാണ്. അവിദ്യയും അതിൻ്റെ ദോഷങ്ങളുമാണ് സൃഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അനേക വർഷക്കാലം ധ്യാനം ചെയ്തിട്ട് എന്താണ് സൃഷ്ടിക്കേണ്ടത്, എങ്ങനെയാണ് സൃഷ്ടിക്കേണ്ടത്, എവിടുന്നാണ് തുടങ്ങേണ്ടത്, എന്തിനേക്കാണ് സൃഷ്ടിക്കേണ്ടത് എന്നുള്ള ചിന്തയ്ക്ക് വേണ്ടിയിട്ട് കാലങ്ങളോളം തപസ് ചെയ്ത് അതിൽ നിന്ന് സൃഷ്ടിയുടെ പ്രഭാവം തന്നെ ആദ്യം തന്നെ ഈ മായാശക്തിയിൽ നിന്ന് ഉൽപ്പന്നമായ അവിദ്യാദി ദോഷങ്ങളാണ്. അപ്പൊ അതും നമ്മളിലൊക്കെ ഉണ്ടാകും. എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതില് എന്തൊക്കെ വികാരവിചാരങ്ങളുണ്ടോ അതൊക്കെ ശരീരത്തിലൂടെ പ്രകടമാകും. അപ്പൊ ഇച്ഛാശക്തിയുണ്ട്. പിന്നെ ഈ പറയുന്ന ശക്തികൾക്ക് എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ട്. അതിൽ ദ്വേഷമുണ്ട്, സുഖം ദുഃഖം, ചൂട് തണുപ്പ് ഇതൊക്കെ അനുഭവിക്കുന്ന ദ്വന്ദ്ഭാവത്തെ പ്രകടമാക്കുന്ന ആ ഭാവമുണ്ട്. സംഘാതം എന്ന് പറഞ്ഞാൽ ദേഹേന്ദ്രിയങ്ങളെ ഒത്തൊരുമിച്ച് നിർത്തുന്ന ശക്തിയാണ്. അതായത് ശരീരത്തിലുള്ള എല്ലാ ശക്തികളെയും ഈ പറയുന്ന 24 ഘടകങ്ങളെയും യോജിപ്പിച്ച് നിർത്തുന്ന ഒരു ശക്തിയാണ് സംഘാതം എന്ന് പറയുന്നത്. ദേഹേന്ദ്രിയ മനോബുദ്ധികളെ ഒത്തൊരുമിച്ച് നിർത്തുന്ന ഒരു ശക്തി വിശേഷത്തെയാണ് ഇവിടെ സംഘാതം എന്ന് പറയുന്നത്. പ്രാണശക്തി അഥവാ ചൈതന്യഭാസം, അതായത് ജീവാത്മാവിന്റെ പ്രവർത്തനം. അതില്ലെങ്കിൽ ഇതൊന്നും തിരിച്ചറിയാൻ ധൃതി അഥവാ ധൈര്യം അഥവാ ദേഹേന്ദ്രിയങ്ങളെ ബലപ്പെടുത്തുന്ന വികാരം. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അംഗപ്രത്യങ്ങളെയും ഇന്ദ്രിയങ്ങളെയും ബലപ്പെടുത്തുന്ന ഒരു വികാരത്തെയാണ് ഇവിടെ ധൃതി എന്ന് പറയുന്നത്. ഇതേപ്പറ്റി മോക്ഷ സന്യാസ യോഗത്തിൽ 3 തരത്തിലുള്ള ധൃതി ഉണ്ടെന്നും 3 തരത്തിലുള്ള ബുദ്ധി ഉണ്ടെന്നും ഒക്കെ 3 തരത്തിലുള്ള ജ്ഞാനമുണ്ടെന്നും ഒക്കെ മോക്ഷ സന്യാസ യോഗത്തിലേക്ക് ചെല്ലുമ്പോൾ ഒന്നൊന്നായിട്ട് എടുത്തു പറയുന്നുണ്ട് എന്നർത്ഥം. ഇവയെല്ലാം ക്ഷേത്രത്തിന്റെ വികാരങ്ങളാകുന്നു. ഇച്ഛാദോഷം മുതലായവ പറഞ്ഞതുകൊണ്ട് അന്ധക്കരണ ധർമ്മങ്ങളെ മുഴുവൻ ഗ്രഹിക്കേണ്ടതാണ്. അതായത് ശരീരത്തിലൂടെ അന്ധക്കരണത്തിൽ നിന്ന് പ്രകടമാകുന്ന നമ്മളിൽ ഉണ്ടാകുന്ന വികാര വിചാരങ്ങളെല്ലാം തന്നെ ഈ ശരീരത്തിൽ ജീവനോടുകൂടി ഇരിക്കുമ്പോൾ നമ്മളിൽ പ്രകടമാകുന്നതാണ്. അതെല്ലാം സൃഷ്ടിയുടെ വിശേഷം തന്നെയാണ്. അപ്പൊ ഇത്തരത്തിൽ സമഷ്ടി ശരീരവും അതായത് ദൃശ്യപ്രപഞ്ചവും ആകെയും ക്ഷേത്രം എന്ന സംജ്ഞയിൽ ഉൾപ്പെടുന്നു. അതായത് ഈ പ്രപഞ്ചത്തിന്റെ 50%, അതായത് ആകാശം അഗ്നി പഞ്ചഭൂതങ്ങൾ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ 50% കൊണ്ടാണ് ജീവജാലങ്ങൾ സൃഷ്ടിച്ചത്. ബാക്കി 50% അതേപടി നിലനിർത്തിയിട്ടുണ്ട് എന്നർത്ഥം. അപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് ഓരോ ശരീരങ്ങളിലും പ്രവർത്തിക്കുന്നത് ഈ പ്രാപഞ്ചികമായ എല്ലാ ശക്തികളുമാണ്. അതിന്റെ 50% നമുക്ക് പ്രത്യക്ഷ രൂപേണ പ്രപഞ്ചത്തിലും ഉണ്ടെന്നർത്ഥം. അപ്പൊ ഈ പറയുന്ന 24 ഘടകങ്ങളും നമുക്ക് ചുറ്റും ഈ പ്രകൃതിയിൽ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ ശരീരത്തിൽ പറയുന്ന ഇന്ദ്രിയ ശക്തികൾ 24 ഘടകങ്ങളും മനസ്സും ബുദ്ധിയും അടക്കം ഈ പ്രാപഞ്ചികമായ ശരീരത്തിലും ശരീരസങ്കല്പത്തിൽ തന്നെ എടുക്കണം പ്രപഞ്ചത്തെയും. അതുകൊണ്ടാണ് പ്രപഞ്ച ഗുരു എന്ന പേരിൽ ഗുരുവായൂരപ്പൻ അറിയപ്പെടുന്നത്. അപ്പം ഈ 50% പ്രകൃതിക്കും 50% കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സകല വൃഷ്ടി ചൈതന്യത്തിനും ഈ
പരമാത്മാവായിട്ട് ആധാരമായിട്ട് നിൽക്കുന്ന, ആശ്രയമായിട്ട് നിൽക്കുന്ന ഒരേ ഒരു ശക്തിയാണ്. അതാണ് പരമാത്മാവ് അഥവാ ബ്രഹ്മം അഥവാ ഈശ്വരൻ എന്ന സങ്കല്പത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പൊ ദൃശ്യപ്രപഞ്ചമാകെയും ക്ഷേത്രമെന്ന സംജ്ഞയിൽ തന്നെ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പൊ ഈ 2 ശ്ലോകത്തിലൂടെ തന്നെ മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചേന്ദ്രിയ ഗോചര ഇച്ഛാദോക്ഷ സുഖം ദുഃഖം സംഗസ്ത ചേതനാതൃതി ഏതക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം എന്ന് ഈ 2 ശ്ലോകത്തിലൂടെ ആ ശരീര സൃഷ്ടിയുടെ മുഴുവൻ കണ്ടൻസിനെയും ഇല്ലേ, അതിൻ്റെ എങ്ങനെയാണ് നമ്മുടെ ശരീരം സൃഷ്ടിച്ചത്, അതിൽ എന്തൊക്കെ ആണ് ഈശ്വരീയമായ പ്രാപഞ്ചികമായ ശക്തികൾ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നിവിടെ വ്യക്തമാക്കി. അപ്പൊ 50% ഈശ്വരീയ ഗുണങ്ങൾ അതേപടി നിലനിർത്തിയതാണ് ദൃശ്യപ്രപഞ്ചം. 50% കൊണ്ട് നമ്മുടെ 50% ഈശ്വരീയ ശക്തി, പ്രകൃതിയുടെ ശക്തി നമ്മുടെ ഓരോ ശരീരത്തിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കണമെങ്കിൽ പ്രപഞ്ചത്തെ ആശ്രയിക്കണം. പ്രപഞ്ചം നിലനിൽക്കണമെങ്കിൽ ഈ പറയുന്ന സൃഷ്ടിയിൽപ്പെട്ട സകല ചരാചരങ്ങളും അതിനെ നിലനിർത്താനും ഒരേ ഭാവത്തിൽ പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ശക്തി യഥാവിധി 50% നമ്മുടെ കയ്യിലും 50% പ്രപഞ്ചത്തിലും അത് ബാലൻസ് ചെയ്ത് നിർത്തലാണ് നമുക്ക് നേച്ചറും കൾച്ചറും. ഓരോ ജന്മത്തിനും നേച്ചർ എന്ന് പറയുന്നത് ഈ 50% പ്രകൃതിയുടെ പ്രാപഞ്ചിക ശക്തികളെയും ഈ പറയുന്ന 24 ഘടകങ്ങളും ഈശ്വര ശക്തിയും. ഇതേ ശക്തി തന്നെയാണ് 50% പ്രപഞ്ചത്തിൽ, ദൃശ്യപ്രപഞ്ചത്തിൽ പ്രപഞ്ചത്തിന്റെ ചലനത്തിന് ആവശ്യമായിട്ട് നിലനിൽക്കുന്നത്. ഈ നേച്ചറും കൾച്ചറും എന്ന് പറഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന ഇച്ഛാദോഷം, വികാരങ്ങൾ, സ്വഭാവം, ഇതൊക്കെയാണ് ഇവിടെ വികാരങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലൂടെ ഈ പറയുന്ന കണ്ടൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന ശക്തികളെ യോജിപ്പിച്ച് കഴിയുമ്പോൾ അതിൽ നിന്ന് പ്രകടമാകുന്ന, അതായത് ദേഹേന്ദ്രിയ മനോബുദ്ധികളെ ഒത്തൊരുമിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഒരു ശക്തി പ്രപഞ്ച ശക്തി തന്നെയാണ്. ആ ശക്തി ചൈതന്യം നമ്മുടെ ശരീരത്തെ പ്രാണശക്തിയായിട്ട് പ്രവർത്തിക്കും. അതുകൊണ്ട് ഈ പ്രപഞ്ചവും നമ്മുടെ ശരീരവും തത്തുല്യ ഭാവത്തിലാണ് നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മളിൽ പ്രകടമാകുന്ന വികാര വിചാരങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഭാവത്തെയാണ് കൾച്ചർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ സ്വഭാവം. നേച്ചർ 50% ഈശ്വരീയ ശക്തി, പ്രകൃതി ശക്തികൾ അഥവാ പ്രാപഞ്ചിക ശക്തി. ശരീരത്തെ പോലും കൂട്ടിയോജിപ്പിച്ച് ശരീരത്തിലുള്ള ശക്തികളെയും പ്രവർത്തിപ്പിക്കുന്ന ശക്തിയാണ് ജീവാത്മാവ് അഥവാ പ്രാണശക്തി. പ്രപഞ്ച പ്രാണശക്തിയാണ് ഈ പഞ്ചഭൂത തത്വങ്ങളെയും ദൃശ്യപ്രപഞ്ചത്തിൽ 50% നിലനിർത്തുന്നതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നത്. ഇത് രണ്ടും തത്തുല്യ ഭാവത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സ്വഭാവത്തിൽ പ്രാപഞ്ചികമായ യഥാർത്ഥത്തിലുള്ള സ്വഭാവത്തെ, ഈശ്വരീയമായ സ്വഭാവം തന്നെ പ്രകടമാകണം. എന്നാലേ അത് വേണ്ട വിധത്തിൽ വേണ്ടതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇല്ലാത്ത പക്ഷം നമ്മളിപ്പോൾ ജനിക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ശക്തികളൊക്കെ എല്ലാവർക്കും ശരീരത്തിലുണ്ട്. 50% ഈശ്വരീയ ശക്തിയും പ്രാവർത്തികമായിട്ട് എല്ലാത്തിലും യാതൊരു പക്ഷഭേദവും ഇല്ലാതെ ഈശ്വരൻ എല്ലാവർക്കും ഈ 50% ശക്തി നിജപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അവൻ ഈശ്വരനെ ഭജിച്ചാലും ഭജിച്ചില്ലെങ്കിലും, യുക്തിവാദിയായാലും ഭക്തിവാദിയായാലും അവർക്കെല്ലാം കോമണൈസ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ഒരു ശക്തിയാണ്. അത് വൃഷലതാദികൾക്ക് 84 ലക്ഷം തരം ജീവജാലങ്ങൾക്കും ഈ പറയുന്ന 50% ശക്തി നിജപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഒരിക്കലും ആർക്കും വ്യതിചലിക്കാൻ സാധ്യമല്ല. അപ്പൊ എന്തൊക്കെയാണെന്ന് ഒരിക്കൽ കൂടി ഓർത്തിരിക്കുക. പഞ്ചഭൂത മഹാതത്വങ്ങൾ ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി അതിന്റെ തന്മാത്രകളാണ് അഥവാ സൂക്ഷ്മഭൂതങ്ങൾ എന്നറിയപ്പെടുന്നു. പിന്നെ ബുദ്ധി, നിശ്ചയാത്മകമായ അന്ധകരണം, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ശബ്ദ, രൂപ, രസ, ഇന്ദ്രിയ വിഷയങ്ങൾ, പിന്നെ ത്രിഗുണങ്ങൾ, സത്വരജ തമോ ഗുണങ്ങൾ, അതിനെയാണ് മായ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇവയോടൊപ്പം അഹങ്കാര തത്വവും ഉൾപ്പെടെ 24 ഘടകങ്ങളാണ് ക്ഷേത്രം അഥവാ ശരീരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ ശരീരത്തിൽ ഉള്ള ശക്തികൾ, ഇതിൽ നിന്ന് അത് ആക്ടിവേറ്റ് ചെയ്താൽ അതിൽ നിന്ന് പ്രകടമാകുന്ന വികാര വിചാരങ്ങളാണ് ഇച്ഛ, ദോഷം, സുഖം, ദുഃഖം, ചൂട്, തണുപ്പ്, ശരീരത്തിൽ നിന്ന് ഇന്ദ്രിയ മനോബുദ്ധികളെയൊക്കെ യോജിപ്പിച്ച് നിർത്തുന്ന പ്രാണശക്തി അഥവാ ചൈതന്യഭാസം ജീവാത്മാവിന്റെ ശക്തി.
നമുക്ക് ഏത് കാര്യങ്ങളും ദേഹേന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുന്നതിനാവശ്യമായ ധൃതി അഥവാ ധൈര്യം, ഇതെല്ലാം ഈ ശരീരത്തിൽ നിന്നുണ്ടാകുന്നത് അന്ധക്കരണ ധർമ്മങ്ങളെയാണ് ഇവിടെ പറഞ്ഞത് എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്നു. വൃഷ്ടി ശരീരത്തിന്, അതായത് നമ്മുടെ ശരീരത്തിന്, മനുഷ്യന് മാത്രമേ ഇതൊക്കെ വേർതിരിച്ചറിയാൻ സാധിക്കൂ. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഏതൊക്കെ ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടോ, ഏതൊക്കെ ഗുണങ്ങൾ പ്രകടമാകുന്നുണ്ടോ, അതിൻ്റെയൊക്കെ പ്രവർത്തനം ഇല്ലെങ്കിൽ അതിനെയൊക്കെ യഥാവിധി ബാലൻസ് ചെയ്ത് നിർത്തുന്നത് പ്രാപഞ്ചികമായ ഈ പറയുന്ന 24 ഘടകങ്ങൾ തന്നെയാണ്. അപ്പൊ നമ്മുടെ ശരീരം 100% ഈ ദൃശ്യപ്രപഞ്ചവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ശരീരത്തെ പോലും യഥാവിധി ക്ഷതം കൂടാതെ കാത്ത് സംരക്ഷിക്കാനുള്ള എല്ലാ ശക്തികളും ഈ പറയുന്ന ശക്തികൾ ബാലൻസ് ചെയ്ത് നിർത്തിയാൽ, അതെല്ലാം പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നിലനിർത്തിയാൽ, അതിനെ ശരീരത്തെ യാതൊരുവിധ ക്ഷതവും കൂടാതെ കാലാകാലം, അതായത് നമുക്ക് കാലാകാലം എന്ന് പറഞ്ഞാൽ നമ്മുടെ എത്ര നാള് ആയുസ്സുണ്ടോ അത്രയും കാലം ശരീരത്തെ ജീർണിക്കാതെ കാത്ത് സംരക്ഷിക്കാൻ സാധിക്കും. അന്ത്യകാലത്ത് ഏതായാലും ശരീരം എന്നെങ്കിലും വീണു പോകും, നശിക്കും. അതിൽ നിന്ന് ആരും മുക്തനല്ല. അപ്പം ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, അവസാന ഘട്ടത്തിൽ എന്ന് വരെ ഭഗവാൻ എപ്രകാരമാണോ ശരീരത്തിൽ നിന്ന് സ്വയം തീരുമാനിച്ച് ജീവനെ വിധ്വംസിച്ചത്, ഇല്ലെങ്കിൽ സ്വധാമത്തിലേക്ക് തിരിച്ചു പോയത്, അതേപോലെ തന്നെ ഓരോ മനുഷ്യനും ഈ നമ്മുടെ ശക്തികളെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവരവർ നിശ്ചയിക്കുന്ന സമയത്ത് ശരീരത്തെ ഉപേക്ഷിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകാനുള്ള അധികാരം എല്ലാ മനുഷ്യ ശരീരങ്ങൾക്കും ഉണ്ട് എന്ന് മനസ്സിലാക്കും. അത് നമ്മുടെ സ്വഭാവം കൊണ്ട്, നമ്മുടെ കർമ്മവാസനകളെ കൊണ്ട് ഇതൊന്നും തിരിച്ചറിയാനോ ഇതൊന്നും വേണ്ട വിധത്തിൽ പഠിക്കാനോ മനസ്സിലാക്കാനോ തയ്യാറാകാത്തത് കൊണ്ടാണ് ഈ തോന്നിവാസം ജീവിച്ച് തോന്നിവാസം തന്നെ മരണത്തിലേക്ക് പോകുന്നതും എന്നർത്ഥം. അപ്പം ശരീരം ലിമിറ്റിൽ കൂടുതൽ ജീർണിച്ചാൽ അതിൽ ജീവൻ ഈ പറയുന്ന പ്രാപഞ്ചികമായ ശക്തികൾ യഥാവിധി ആക്ടിവേറ്റ് ചെയ്യാതെ വരും, നമ്മൾ തന്നിഷ്ടത്തിന് ജീവിച്ചാൽ. അങ്ങനെ വരുമ്പോൾ ശരീരത്തിന് ക്ഷതം സംഭവിക്കും. അത് പിന്നെ കാലത്തിന് മുമ്പ് തന്നെ ഒരു പക്ഷേ നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട്, കർമ്മദോഷം കൊണ്ട്, അവിദ്യാദി ദോഷങ്ങളെ കൊണ്ട് ശരീരം ജീർണിക്കാൻ ഇടവരും. ഏത് തരത്തിലുള്ള മാരാരോഗങ്ങൾ വന്നുപെടുന്നുണ്ടെങ്കിലും നമ്മൾ ഈ പ്രാപഞ്ചിക ശക്തികളെ യഥാവിധി ബാലൻസ് ചെയ്ത് നിർത്താത്തത് കൊണ്ടാണ് ഇതൊക്കെ രോഗങ്ങളായിട്ട് ആധ്യാത്മിക ദുഃഖത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അത് മാനസിക രോഗങ്ങളാകാം, ശരീരത്തിനുണ്ടാകുന്ന അംഗവൈകല്യങ്ങളാകാം, ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളാകാം. അത് നമ്മുടെ ജീവനെയും ഇല്ലേ ശരീരത്തെയും ചഞ്ചലാവസ്ഥയിലേക്ക് എത്തിക്കും എന്ന് മാത്രമല്ല, പിന്നെ അവിദ്യാദി ദോഷങ്ങൾ സംഘദോഷങ്ങൾക്കും ഇല്ലെങ്കിൽ സമ്പർക്ക ദോഷം കൊണ്ട് ഭൗതിക ദുഃഖത്തിനും ഇടവരുത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അതുകൊണ്ട് ഈ ശരീരത്തിൽ പറഞ്ഞിരിക്കുന്ന 24 ഘടകങ്ങൾ നമ്മുടെ സ്വഭാവത്തിലൂടെ തന്നെ ആത്യന്തികമായിട്ട് നമ്മുടെ ശരീരം കിട്ടിയിരിക്കുന്ന നമ്മുടെ കേമത്വം കൊണ്ട് നമ്മൾ ആരും സൃഷ്ടിച്ചതല്ല. നമ്മുടെ അച്ഛനും അമ്മയും ജന്മത്തിന് കാരണമായി ഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവരല്ല നമ്മുടെ ശരീരം സൃഷ്ടിച്ചതും. അതും പ്രകൃതി തന്നെയാണ്. പ്രകൃതിയുടെ ശക്തിയിൽ നിന്നാണ് അവർക്ക് നമ്മളെ സൃഷ്ടിക്കാനുള്ള ബീജം തന്നെ അവരുടെ ശരീരത്തിൽ കിട്ടിയിരിക്കുന്നത്. അത് പ്രകൃത്യാ തന്നെ ജീവശരീരം നമുക്ക് കിട്ടിയാൽ അതിനെ സംരക്ഷിക്കപ്പെടുന്നതും ഇല്ലേ അതിന് ഉൽപ്പത്തി ഉണ്ടാകുന്നതും പ്രകൃതിയുടെ ശക്തി കൊണ്ടാണ്. അല്ലാതെ ഒരു അച്ഛൻ്റെയും അമ്മയുടെയും പൂർണ്ണമായ മനസ്സുകൊണ്ടോ അവരുടെ പ്രകൃത്യാ ഉള്ള ശക്തികളെ കൊണ്ടാണ് മറ്റൊരു ശരീരം സൃഷ്ടിക്കാൻ സാധിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ആരും അച്ഛനും അമ്മയോ ഇല്ലേ നമ്മൾ തന്നെയോ ഈ ശരീരത്തിന് അധികാരിയല്ല. ജീവൻ ഗുരുവായൂരപ്പന്റെ പരാശക്തി എന്ന പ്രതിഭാസമാണ്. ആ ശരീരം പ്രാപഞ്ചികമായ ഗുരുവായൂരപ്പന്റെ തന്നെ അപരാശക്തി കൊണ്ടാണ് ഇതിനെ രണ്ടിനെയും ചേർത്ത് നിർത്തിയിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ് എന്ന് ആത്യന്തികമായിട്ട് മനസ്സിലാക്കണം. അപ്പൊ ഞാനെന്നും എന്റെന്നും പറയുമ്പോൾ നമ്മൾ അത് പറയാൻ പോലും അധികാരികളല്ല. നമുക്ക് കിട്ടിയിരിക്കുന്ന ദിവ്യമായ ജന്മത്തെ യഥാവിധി അനായാസന ജീവിച്ച് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണം. ഇനി ആ ശരീരത്തിലൂടെ ഈ പറയുന്ന 24 ഘടകങ്ങൾ 25ാമത്തെ ആകുന്ന ഈശ്വരീയ ശക്തിയും കൂടെ കൂട്ടിച്ചേർത്തിട്ട് അത് ജീവാത്മാഭാവം കൈക്കൊണ്ടാൽ യഥാർത്ഥ 24 ഘടകങ്ങളും ഗുരുവായൂരപ്പന്റെ ശക്തിയും കൂടെ കൂടിച്ചേർന്ന് പ്രവർത്തിതമായാൽ അതിൽ യഥാർത്ഥത്തിലുള്ള ശക്തികൾ എന്തൊക്കെയാണ് നമ്മൾ അനുഭവിക്കാൻ സാധ്യതയുള്ളതെങ്കിൽ എന്തൊക്കെ ശക്തികളാണ് ഈശ്വരീയമായിട്ടുള്ളത്, അത് എപ്രകാരം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം എന്ന് പറയുന്നതാണ് ഇനിയുള്ള 5 ശ്ലോകങ്ങൾ.
അത് 7-ാമത്തെ ശ്ലോകം തൊട്ട് 11-ാമത്തെ ശ്ലോകം വരെയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ഈ 2 ശ്ലോകം വീതം ആണ് ചർച്ച ചെയ്യേണ്ടത്. കാരണം ശരീരം ആയുരാരോഗ്യത്തോടെ സംരക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധ്യമല്ല. ന്യായമായിട്ടോ അന്യായമായിട്ടോ ഏത് ചിന്തയോ വാക്കോ പ്രവൃത്തിയോ നമുക്ക് നടപ്പാക്കണമെങ്കിൽ ശരീരമാധ്യം ഖലു ധർമ്മസാധനം. അപ്പോൾ ജനിച്ചാൽ മരണം വരെ ആദ്യത്തെ കർമ്മം രക്തോപാസന, അവരവരുടെ ശരീരം ആയുരാരോഗ്യത്തോടെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിൽ എന്തൊക്കെ ഘടകങ്ങൾ നമ്മുടെ കേമത്വം കൊണ്ടുണ്ടായതല്ല, പ്രകൃതിയെ ആശ്രയിച്ചാണ് ശരീരം നിൽക്കുന്നത്. അതുകൊണ്ട് പ്രകൃതിയെയും ആദരിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും പരിപാലിച്ചും മാത്രമേ അതിനെയൊക്കെ നിലനിർത്താൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് നിയതമായ കർമ്മങ്ങൾ പറയുന്നതിന് മുമ്പ് തന്നെ എന്താണ് നിയതകർമ്മം എന്ന് വിശദീകരിച്ച് ഭഗവാൻ സഖയജ്ഞ പ്രജാശിഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷത്വം വേഷവോസ്തിട്ട കാമത്. ഞാൻ എങ്ങനെയാണോ സൃഷ്ടികർമ്മം നടത്തിയിരിക്കുന്നത് സഖയജ്ഞ ഭാവനയോടെയാണ് കാമധേനുവിനെ പോലെ ഈ 24 ഘടകങ്ങളും നിങ്ങൾക്ക് സുലഭമായിട്ട് അത് എപ്പോഴും ഭഗവാൻ പ്രകൃത്യാ തന്നെ, പ്രകൃതിയിൽ നിന്ന് തന്നെ, പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിജപ്പെടുത്തി വെച്ചിരിക്കുന്ന ശരീരത്തിലുള്ള 50% ഏതെങ്കിലും വിധത്തിൽ കുറവ് വന്നാൽ നമുക്ക് പ്രകൃതിയെ, ഈ പ്രാപഞ്ചികമായ ശക്തികളെ ആശ്രയിച്ചാൽ അതിനെയൊക്കെ ബാലൻസ് ചെയ്യാൻ സാധിക്കും. അത് നിലനിർത്തണമെങ്കിൽ കാമധേനുവിനെ പോലെ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ജീവിച്ചിരിക്കുന്ന കാലത്ത് അക്ഷയപാത്രം പോലെ നമുക്ക് പ്രകൃതി ഒരു അക്ഷയപാത്രമാണ്. നമുക്ക് ആവശ്യമുള്ളതൊക്കെ അപ്പോഴത് നമ്മൾ അതിനെ വിചാരം ചെയ്താൽ അതനുസരിച്ചുണ്ട്. ആ വിചാരം ചെയ്തുകൊണ്ട് ജീവിച്ചാൽ നമുക്കത് സുലഭമായിട്ട് നമുക്ക് ശരീരത്തെ നിലനിർത്താനുള്ള ശക്തി നൽകിക്കൊണ്ടേയിരിക്കും. അതിനെയാണ് സഹയജ്ഞ പ്രജാശിഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിഷത്വം വേഷവോസ്തിട്ട കാമത് എന്ന് കർമ്മയോഗത്തിൽ പറഞ്ഞത്. അതെങ്ങനെയാണ് നിലനിർത്തേണ്ടതെന്നും ഭഗവാൻ അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു. പ്രസിദ്ധമായ ആ ശ്ലോകമാണ് ദേവാൻ ഭാവയതാനേനദേ ദേവ ഭാവയന്തുവാഘ പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാസ്യതാം. അപ്പൊ ഈ പ്രാപഞ്ചികമായ പഞ്ചഭൂതങ്ങളുടെ ശക്തികളാണ് നമ്മുടെ ശരീരത്തിൽ ഇരിക്കുന്നെങ്കിൽ ആ ശരീരത്തിൽ ഇരിക്കുന്നതായ പഞ്ചഭൂത ശക്തികൾ തന്നെ ദേവന്മാരാണ്. അതിന്റെ ഗുണങ്ങൾ സഗുണോപാസനയ്ക്ക് ഉപയോഗിക്കണം. അപ്പം പഞ്ചഭൂതങ്ങളാകുന്ന ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി ഇത് ദേവസങ്കല്പത്തിൽ കണ്ട് അതിനെ എല്ലാത്തിനെയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ശുശ്രൂഷിക്കുകയും അടിസ്ഥാനം ശരീര നിർമ്മിതിന്റെ അടിസ്ഥാന ഘടകം ആകാശം, അഗ്നി, വായു, ജലം, ഭൂമി എന്ന് പറയുന്ന പഞ്ചഭൂതങ്ങളാണ്. പിന്നെ അതിൽ നിന്നാണ് അതിന്റെ ഗുണങ്ങൾ പ്രകടമായത്. അതിന്റെ ഗുണങ്ങൾ പ്രകടമായപ്പോൾ പഞ്ചഭൂതാത്മകമായ എല്ലാ ശക്തികളും നമ്മുടെ ശരീരത്തിൽ തന്നെയുണ്ട്. അതുകൊണ്ട് അതിനെയൊക്കെ യഥാവിധി ആദരിച്ചും ബഹുമാനിച്ചും ശുശ്രൂഷിച്ചും ആ ഗുണങ്ങളെ പോഷിപ്പിക്കുന്നത് തന്നെ ദേവന്മാരെ പോഷിപ്പിക്കലാണ്. അത് പോഷിപ്പിച്ചാൽ നമുക്ക് ആവശ്യമുള്ള ഇഷ്ടഭോഗം, ഭൗതികമായിക്കോട്ടെ, നമുക്ക് ഏത് തരത്തിലുള്ള ഗുണങ്ങളും ഇല്ല, അനുഭവത്തിന് ആവശ്യമായ ഇഷ്ടഭോഗങ്ങൾ നമ്മുടെ ഇച്ഛാശക്തിയാൽ പ്രകടമാകുന്ന എല്ലാവിധ ആരാരെ ഏതേത് വിധത്തിൽ ഇച്ഛിക്കുന്നുവോ അതൊക്കെ കാര്യങ്ങൾ സാധിച്ചു തരണമെങ്കിൽ ഈ പ്രകൃതി ഗുണങ്ങളാണ് നമുക്ക് സാധിപ്പിച്ചു തരുന്നത്. അത് കാമധേനുവിനെ പോലെ സാധിപ്പിച്ചു തരുന്നു പറഞ്ഞു. അപ്പൊ ആ ഇഷ്ടഭോഗങ്ങളെ, ദേവന്മാരെ, പഞ്ചഭൂതങ്ങളെ പൂജിച്ചാൽ, പ്രകൃതിയെ പൂജിച്ചാൽ, ആ പ്രപഞ്ച ശക്തികളെ പൂജിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ ഇഷ്ടഭോഗങ്ങളും തൻ്റെ നമുക്ക് ശരീരവും ജീവനും പോലും എന്റേതല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് ശരീരത്തെ നിലനിർത്താൻ കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ പോലും അതും നമ്മുടേതൊന്നും അല്ല. പക്ഷെ നമുക്ക് അത് ഇച്ഛയ്ക്ക് അനുസരിച്ചുകൊണ്ട് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ ഇച്ഛയ്ക്ക് ഉപയോഗിക്കുമ്പോൾ പോലും അതിൽ നിന്ന് കിട്ടുന്ന ഇഷ്ടഭോഗങ്ങൾ മുഴുവനായിട്ട് എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വയ്ക്കാതെ മറ്റുള്ളവർ കൂടി കൊടുത്തുകൊണ്ട്, അതായത് പ്രാപഞ്ചികമായ ഈ ശക്തികൾക്ക് തന്നെ അതിനെയൊക്കെ പോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദരിക്കാനും ബഹുമാനിക്കാനും ശുശ്രൂഷിക്കാനും പരിരക്ഷിക്കാനും വേണ്ടിയിട്ട് ഉപയോഗിച്ച് പരസ്പരം ഒരു ബന്ധം നിലനിർത്തുക. ആ പരസ്പരം ഭാവയന്തക ശ്രേയ പരമവാസ്യത എന്ന് പറഞ്ഞു. അപ്പൊ പ്രകൃതിയും പ്രാപഞ്ചിക ശക്തികളെയും നമ്മുടെ ശരീരത്തിലുള്ള ശക്തികളെയും പരസ്പരം ഒരു ബന്ധമുണ്ട്. അത് നിലനിർത്തുന്നവർക്ക് ശ്രേയസ് അനായാസന ജീവിക്കാൻ സാധിക്കും. സ്വയം ബുദ്ധിമുട്ടാതെ, മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ ദുഃഖരഹിതമായ ജീവിതം നയിക്കാൻ സാധിക്കും. എത്ര കാലം നിങ്ങൾ ശരീരം കൊണ്ട് ജീവിച്ചിരുന്നാലും ഒരു കാരണം കൊണ്ടും ആധ്യാത്മിക ദുഃഖം കൊണ്ടോ ആദി ദൈവിക ദുഃഖം കൊണ്ടോ ആദി ഭൗതിക ദുഃഖങ്ങളോ ഇല്ലാതെ ജീവിക്കാൻ സാധിക്കും. നാശോചിത് മർക്കസി എന്ന അവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നതാണ് അനായാസന ജീവിതം. അത് തന്നെയാണ് ശ്രേയസ്.
ഇതൊരു മനുഷ്യനെ കൊണ്ട് സാധിക്കും എന്നതിൽ തർക്കമില്ല. 18 വർഷം കൊണ്ട് ആ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് ജീവിച്ച് പ്രാപഞ്ചികമായ ശക്തികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനെ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ശരീരം കൊണ്ട് ചെയ്യേണ്ട തപസ്, മനസ്സുകൊണ്ട് ചെയ്യേണ്ട തപസ്, വാക്കുകൊണ്ട് ചെയ്യേണ്ട തപസ്സൊക്കെ 17-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ശരീരം കൊണ്ട് തന്നെ ഈ പ്രാപഞ്ചിക ശക്തികളെ നമുക്ക് ആദരിക്കാനും ബഹുമാനിക്കാനും അതിനെ പരിപോഷിപ്പിക്കാനും അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെ വേണ്ടവണ്ണം ഉപയോഗിക്കാനുമുള്ള ബുദ്ധിയും ശക്തിയും അതിനുള്ള എല്ലാവിധ അനുഗ്രഹവും ഭഗവാൻ തന്നെ നമുക്ക് തന്നാണ് ഇങ്ങോട്ട് വിട്ടേക്കണത്. അത് വേണ്ടിയിട്ട് കാത്തിരിക്കുകയൊന്നും വേണ്ട, നമ്മുടെ കയ്യിലുണ്ടത്. അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് അതിനെ അനുഭവിക്കാൻ സാധിക്കാത്തത്. അപ്പൊ അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം ഇതെന്തൊക്കെയാണെന്ന് അറിഞ്ഞതിനെയൊക്കെ പരിപോഷിപ്പിച്ചുകൊണ്ട് ശ്രേയോ മാർഗത്തിലേക്ക് ചരിക്കാൻ തന്നെയാണ് ഭഗവാൻ നമ്മളെയൊക്കെ സൃഷ്ടിച്ചത്. അല്ലാതെ സ്വയം ഈയാപ്പാറ്റെ പോലെ പോയി അഗ്നിയിൽ പോയിട്ട് ദഹിച്ച് ഇല്ലാതെയായ ജീവിതം വ്യർത്ഥമാക്കാനല്ല എന്നും കൂടി മനസ്സിലാക്കണം എന്നർത്ഥം. അപ്പൊ യഥാവിധി അതിനെ ഉപയോഗിച്ചാൽ ഒരിക്കലും നാശോചിതം അർഹസി എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവകാശമില്ലാത്ത ഒരേ കാര്യമാണ് ഭഗവാൻ പറഞ്ഞത്. നിങ്ങൾക്ക് ദുഃഖിക്കാൻ അവകാശമില്ല. നിങ്ങൾക്ക് അവകാശമുള്ളതൊക്കെ ഞാൻ തന്നിട്ടുണ്ട്. അത് വേണ്ട വിധത്തിൽ നിങ്ങൾ ഉപയോഗിക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ദുഃഖം ഏറിക്കൊണ്ട് പരിഭ്രാന്തരായിട്ട് ജീവിതം സംസാര ദുഃഖത്തിൽ വ്യർത്ഥമാക്കുന്നത് എന്നർത്ഥം. അപ്പൊ ഈ ശരീരത്തിന്റെ ഘടകങ്ങൾ തന്നെയാണ് ഈശ്വരൻ. അത് പ്രാപഞ്ചികമായിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാപഞ്ചികമായി തന്നെ ദൃശ്യപ്രപഞ്ചത്തിൽ നിറച്ചു വെച്ചിട്ടുണ്ട്. അത് വേണ്ടവണ്ണം എടുത്ത് ഉപയോഗിച്ചാൽ മതി. നമുക്കില്ലാത്ത ഒരു വസ്തു ആർജിക്കാനല്ല ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. ഉള്ളതിനെ പരിപോഷിപ്പിച്ച് അത് വേണ്ട വിധത്തിൽ ഉപയോഗിച്ച് നിലനിർത്തി വരും തലമുറയ്ക്കും ഈ മാർഗത്തെ കാണിച്ചു കൊടുക്കുക. അതാണ് മനുഷ്യന്റെ സനാതനമായിരിക്കുന്ന കുലധർമ്മം. അതാണ് ഏറ്റവും വലിയ ട്രഡീഷൻ. അതാണ് ധർമ്മം എന്ന് മനസ്സിലാക്കണം. അപ്പൊ പഞ്ചഭൂതങ്ങളാണ് ഒരു മനുഷ്യ ശരീരത്തിന്റെ നല്ല ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരം. അതിന് നിത്യകർമ്മമായിട്ട് തന്നെ നിയതം ഗുരു കർമ്മത്തം കർമ്മജായൂഹ്യ കർമ്മണ ശരീരയാത്രാപിതേന പ്രസിദ്ധിയത കർമ്മണ എന്ന് ഭഗവാൻ കർമ്മയോഗത്തിൽ തന്നെ പറഞ്ഞത് ഓർത്തിരിക്കുക. ഈ നിത്യനൈമിത്യ കർമ്മങ്ങളിലൂടെ ഇതിനെ ബാലൻസ് ചെയ്ത് നിർത്തണം. നേച്ചറും കൾച്ചറും തുലനാവസ്ഥയിൽ അത് പരസ്പരം ഭാവയന്തക എന്ന ഭാവത്തിലേക്ക് എത്തിക്കണം. അതാണ് നിത്യകർമ്മം, അതാണ് നൈമിത്തിക കർമ്മം. അത് ചെയ്യാത്തവർക്ക് ഈ ശരീരത്തെ ക്ഷതം കൂടാതെ സംരക്ഷിക്കാൻ സാധിക്കില്ല എന്ന് ഉറപ്പ് നൽകും. അത് നമുക്ക് ഈശ്വരന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ഇവിടെ സമർപ്പിക്കാം. ഇനി ഈ 24 ഘടകങ്ങൾ എങ്ങനെ ബാലൻസ് ചെയ്ത് നിത്യനൈമിത്യ കർമ്മങ്ങളിലൂടെ യഥാവിധി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് ശരീരത്തിലൂടെ പ്രകടമാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇനി ഭഗവാൻ 5 ശ്ലോകത്തിലൂടെ പറയുന്നു. ഈ 5 ശ്ലോകങ്ങളും കാണാപ്പാഠം വെച്ച് പഠിക്കേണ്ടതാണ്. വെറുതെ ശ്ലോകം കാണാപ്പാഠം പഠിച്ചാൽ പോരാ, അതിന്റെ അർത്ഥത്തെ കൂടെ നിരന്തരം ചിന്തിക്കണം. അത് നമ്മളിൽ പ്രകടമാകുന്നുണ്ടോ എന്ന് നോക്കണം. അതനുസരിച്ചുകൊണ്ടുള്ള ഒരു ബാലൻസിങ് നമുക്ക് സാധിച്ചാൽ പിന്നെ നാശോചിതം അർഹസി എന്ന പ്രതിഭാസത്തെ എന്ന ഭഗവാന്റെ അനുഗ്രഹത്തെ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതിനും ഭഗവാന്റെ അനുഗ്രഹം വേണം. പ്രസാദേ സർവദുഃഖാനാം ഹാനിരിസ്യോപജായതേ. ആ ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഇല്ലാതെ ഇത് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കില്ല എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ ഉപാസിച്ചു കൊള്ളുക. ആ അനന്യാ ചിന്തയന്തോ മാം യേ ജനാ പരിഉപാസതേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം മഹാമ്യഹം എന്ന് പറഞ്ഞാൽ ആ യോഗക്ഷേമം എന്താണ് എന്ന് ഇനി അടുത്ത 5 ശ്ലോകത്തിലൂടെ ഭഗവാൻ പറയുന്നു. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോ ബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.